പുഷ്പ ദി റൂൾ അടിപൊളി പടം. പല ആൾക്കാർ മോശം റിവ്യൂ കണ്ടിട്ടാണ് ഞാൻ കാണാൻ പോയത്. എനിക്ക് ഇത് പൂർണ്ണമായിട്ടും സാറ്റിസ്ഫൈഡ് ആക്കിയിട്ടുള്ള ഒരു കിടിലൻ മൂവിയാണ്. നിങ്ങൾക്ക് പുഷ്പ 1 ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് യോദ്ധാവ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? വൈകുണ്ഠപുരം ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് പുഷ്പ 2 ഇഷ്ടപ്പെട്ടു? നിങ്ങൾക്ക് എനിക്ക് ഇതിൽ നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ രശ്മിയ മന്ദന്റെ കഴപ്പാണ്. രശ്മിയ മന്ദന പുഷ്പയെ കാണുമ്പോൾ ഒരു അരിച്ചു കയറുന്ന ചില ലീലാവിലാസങ്ങൾ അത് ഒഴിച്ചു നിർത്തിയിട്ട് പുഷ്പ എനിക്ക് 1 ടൈം വാച്ചബിൾ ആയിട്ടുള്ള മൂവിയാണ്. കാരണം 3.25 മണിക്കൂർ നമ്മൾ പിടിച്ചെടുക്കുന്നുണ്ട്. ഡാൻസ്, പാട്ട്, ഫൈറ്റ്, ഒരു കിടിലൻ ഒരു അല്ലു അർജുൻ പടം കാണുമ്പോൾ, ഒരു കിടിലൻ ഒരു തെലുങ്ക് പടം കാണുമ്പോൾ ഉള്ളൊരു ഫീലിംഗ് തന്നെയാണ് ഈ പറഞ്ഞ പുഷ്പയും. പിന്നെ നിങ്ങൾ ഇന്റലക്ച്വൽ ആയിട്ട് പടം കാണുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ പുഷ്പ 2 ടിക്കറ്റ് എടുക്കണ്ട. നിങ്ങൾ വല്ല ഈ പറയുന്ന വാനപ്രസ്ഥമോ അതൊക്കെ വല്ല ഡൗൺലോഡ് ചെയ്ത് കാണും. അല്ലാതെ നിങ്ങളൊരു മാസ് മസാല പടം കാണാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു വെർത്ത് ആണ്. ഈ പറഞ്ഞ കുറ്റം പറയുന്ന അത്രയുള്ള, ഡീഗ്രേഡ് ചെയ്യുന്ന അത്രയുള്ള ഒരു മോശം പടമൊന്നുമല്ല പുഷ്പ 2.